നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ PSC ജനുവരി മാസത്തിൽ നടത്താനിരിക്കുന്ന പരീക്ഷകളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനൊക്കെ മെസ്സേജ് വന്നതാണ്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, അപ്പോൾ ആ പരീക്ഷ ജനുവരി മാസത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ ഏതൊക്കെ പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത്, അപ്പൊ അതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ പറയാൻ പോവാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കയറി പോന്നോളൂ. ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. Examination program for the month of January 2023 for submitting confirmation. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് പരീക്ഷ എഴുതുന്നതിനായി അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതിനായി പ്രൊഫൈലിൽ കത്തിടപാടുകൾ നടത്തുന്ന വിലാസം, അതായത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രം സ്ഥിരീകരണം രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പൊ നോക്കാം ഏതൊക്കെ പരീക്ഷകളാണ് നടക്കുന്നതെന്ന്. ആദ്യമായിട്ട് ജനുവരി 4, 2023 പ്ലംബർ കം ഓപ്പറേറ്റർ ഹെൽത്ത് സർവീസസ്. അപ്പൊ ഇതിന്റെ സിലബസ് കിട്ടണമെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ കൺഫർമേഷൻ 23/10/2022 മുതൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. 11/11/2022 വരെ സ്ഥിരീകരണം നൽകിയവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് 21/12/2022 മുതൽ ലഭ്യമാകുന്നതായിരിക്കും. ഇനി ജനുവരി മാസം 5-ാം തീയതി റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 പരീക്ഷയുണ്ട്. ഇതിൽ 944 ആൾക്കാരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കൺഫർമേഷനും ഇപ്പോൾ മുതൽ നൽകാം. ഡിസംബർ 22 മുതൽ ഹോൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇത് NCA നോട്ടിഫിക്കേഷനും ഉണ്ട്, അതുപോലെ ജനറൽ നോട്ടിഫിക്കേഷനും ഉണ്ട്. കോമൺ ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. ഇനി ജനുവരി മാസം 5-ാം തീയതി ഫിനാൻസ് അസിസ്റ്റന്റ് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 23 പേരാണ് അറ്റൻഡ് ചെയ്യുന്നത്. സിലബസിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് കിട്ടും. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. ഇതിന്റെയും ഹോൾ ടിക്കറ്റ് ഡിസംബർ മാസം 22 ലഭ്യമാകുന്നതായിരിക്കും. 6/1/2023 ഡെപ്യൂട്ടി ഫിനാൻസ് മാനേജർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ പാർട്ട് 1 ജനറൽ കാറ്റഗറി. ഇതിന് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാം. ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഡിസംബർ 23 ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. 6/1/2023 മെക്കാനിക് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ പരീക്ഷയ്ക്കൊക്കെ അപേക്ഷിച്ചവർക്ക് നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ കയറുക, കൺഫർമേഷൻ സമർപ്പിച്ചോളാം. അപ്പോൾ ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡിസംബർ മാസം 23 മുതൽ ലഭ്യമാകുന്നതായിരിക്കും. ഇനി ജനുവരി മാസം 7-ാം തീയതി ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പരീക്ഷ നടക്കാനിരിക്കുകയാണ്. ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഡിസംബർ 24 മുതലാണ് ലഭ്യമാകുന്നത്. അടുത്തത് ജനുവരി മാസം 10 ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എമംഗ് ST ഒള്ളിയാണ്. അപ്പൊ ഇതിന്റെ ഹോൾ ടിക്കറ്റ് 27/12/2022 മുതലാണ് ലഭ്യമാകുന്നത്. അടുത്തത് ജനുവരി മാസം 11-ാം തീയതി ഡ്രഗ്സ് ഇൻസ്പെക്ടർ ആയുർവേദ കേരള ഡ്രഗ്സ് കൺട്രോൾ. കൺഫർമേഷൻ ഇപ്പോൾ മുതൽ നൽകാം. ഡിസംബർ മാസം 28 മുതൽ ഹോൾ ടിക്കറ്റ് കിട്ടും. അടുത്തത് ജനുവരി മാസം 12-ാം തീയതി റിസർച്ച് ഓഫീസർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഡിസംബർ മാസം 29 മുതലാണ് ലഭ്യമാകുന്നത്. ഇനി ജനുവരി 13 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബൈ ട്രാൻസ്ഫർ കോട്ടയാണ്. അപ്പോൾ ഇതിന്റെ സ്ഥിരീകരണം ഇപ്പോൾ മുതൽ നൽകാം. ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഡിസംബർ മാസം 30 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ജനുവരി 17-ാം തീയതി ബോർഡ് ലാസ്കറിന്റെ പരീക്ഷയുണ്ട് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇതിന്റെ ഹോൾ ടിക്കറ്റ് ജനുവരി മാസം 3 മുതലായിരിക്കും ലഭ്യമാകുന്നത്. പിന്നെ ബോർഡ് ലാസ്കർ NCA നോട്ടിഫിക്കേഷനും ഉണ്ട്. ആ ദിവസം തന്നെ കോമൺ ടെസ്റ്റ് ആയിരിക്കും ഈ 2 പരീക്ഷകൾക്കും, അതായത് 2 പോസ്റ്റും സെയിം പരീക്ഷയാണ്.
ഇനി ജനുവരി 18 പ്രോജക്ട് അസിസ്റ്റന്റ് യൂണിറ്റ് മാനേജർ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പരീക്ഷ. ഇതിന്റെ സിലബസ്, അതായത് മെയിൻ ടോപ്പിക്സ് എത്രയാണ്, മാർക്ക് ഡിവിഷൻ എന്നൊക്കെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിലബസ് കിട്ടും. അപ്പൊ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ജനുവരി 4 മുതലാണ് കിട്ടി തുടങ്ങുന്നത്. പിന്നെ ജനുവരി 19 എക്സ് സർവീസ് മെൻ ഉള്ളി LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്, NCC, സൈനിക് വെൽഫെയർ. ഇതിന്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ മെയിൻ ടോപ്പിക്സും അതുപോലെ മാർക്ക് ഡിവിഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ജനുവരി മാസം 5 മുതലായിരിക്കും കിട്ടുന്നത്. ഇനി ജനുവരി 19 ക്ലർക്ക് ടൈപ്പിസ്റ്റ് വേരിയസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ST ഉള്ളി പരീക്ഷയുണ്ട്. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഈ പറഞ്ഞ രണ്ടിനും. ഏതാണ്? ക്ലർക്ക് ടൈപ്പിസ്റ്റും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റിനും ഒരേ ദിവസം തന്നെ സെയിം പരീക്ഷയായിരിക്കും. അടുത്തത് ജനുവരി മാസം 20 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഡിക്റ്റേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് ആണ്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതിന് കൺഫർമേഷൻ ഇപ്പോൾ മുതൽ കൊടുക്കാം. 6/1/2023 മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. ഇനിയാണ് എല്ലാവരും കാത്തിരുന്ന, ഒട്ടുമിക്ക എല്ലാവർക്കും കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുള്ള +2 ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. അപ്പൊ ഈ പരീക്ഷയുടെ തീയതി എന്ന് പറയുന്നത് ജനുവരി മാസം 21 ഇതിന്റെ സിലബസ് MLT PG ലെവൽ 50 മാർക്സ് പാർട്ട് 1. പാർട്ട് 2 ആണെങ്കിൽ ഫിസിക്സ് +2 ലെവൽ 15 മാർക്ക്, കെമിസ്ട്രി +2 ലെവൽ 15 മാർക്ക്, ബോട്ടണി +2 ലെവൽ 10 മാർക്ക്, സുവോളജി +2 ലെവൽ 10 മാർക്ക്. ഇപ്പൊ +2 ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് +2 ലെവൽ സിലബസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പരീക്ഷ 21 ഹോൾ ടിക്കറ്റ് 7 മുതൽ ജനുവരി മാസം 7 മുതൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഈ സെയിം തന്നെ NCA നോട്ടിഫിക്കേഷനും പരീക്ഷയുണ്ട്. അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിയിലെ 2,40,320 പേര് ഈ പരീക്ഷ എഴുതുന്നുണ്ട്. NCA നോട്ടിഫിക്കേഷൻ NCA കാറ്റഗറിയിൽ 6,532 LC/AI കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിന്റെ സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും സിലബസ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. പാർട്ട് 1 MLT. അപ്പോൾ ഇതില് 50 മാർക്സ് ആണ് MLT. അതില് മൊഡ്യൂൾ 1 10 മാർക്ക്, അങ്ങനെ 50 മാർക്ക് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ബേസിക് ലബോറട്ടറി ടെക്നിക്ക്, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 13 മാർക്കിന് ബ്ലഡ് ആൻഡ് ഫെലിബോട്ടമി 10 മാർക്കാണ്. ഹെമറ്റോളജി, അതായത് എല്ലാം ബ്ലഡിന്റെ കാര്യങ്ങളാ. പിന്നെ മൊഡ്യൂൾ 3 15 മാർക്ക്, ക്ലിനിക്കൽ പാത്തോളജി 5 മാർക്ക്, ബയോ കെമിസ്ട്രി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ മൊഡ്യൂൾ 5 12 മാർക്സ്. അപ്പൊ അങ്ങനെ ഓരോന്നിങ്ങനെ മാർക്ക് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സിന് 15 മാർക്കാണ്, ഫിസിക്സിൽ പഠിക്കാനുള്ള പോർഷൻസ്. അതുപോലെ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള പോർഷൻസ്, കെമിസ്ട്രിയും 15 മാർക്കാണ്. ബോട്ടണിയിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്, സുവോളജിയിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് സയൻസ് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും SCRT സയൻസും കൂടി നന്നായിട്ടൊന്ന് പഠിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം കൂടി ന്യൂ പാറ്റേൺ രീതിയിൽ, PSC ന്യൂ പാറ്റേൺ രീതിയിലായിരിക്കും ഇനി സയൻസും ചോദിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം ന്യൂ പാറ്റേൺ രീതിയിലാക്കി കഴിഞ്ഞു. അപ്പൊ ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ രീതിയിലാക്കി ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ PSC ഇനി ഏതെല്ലാം രീതിയിൽ ചോദിക്കോ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാവട്ടെ, ചിത്രീകരണ രൂപത്തിലാവട്ടെ, ഏത് രീതിയിൽ ചോദിച്ചാലും ആ രീതിയിലെല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തേക്കാം, അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഈ ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വാട്സാപ്പ് ചെയ്യുക, സയൻസ് ബുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു സിലബസേ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടേക്കാവേ. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് എന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരീക്ഷ ജനുവരി മാസം 24 ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ CDPO വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ വിമൻ കാൻഡിഡേറ്റ്സ് ഫ്രം SC/ST. അതിന്റെ മെയിൻ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇതിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ജനുവരി മാസം 10 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
ഇനി ജനുവരി മാസം 25-ന് സയന്റിഫിക് അസിസ്റ്റന്റിന്റെ പരീക്ഷ വരുന്നുണ്ട്. ഇതിന്റെ ഹോൾ ടിക്കറ്റ് ജനുവരി 11 മുതൽ കിട്ടും. പിന്നെ ജനുവരി 27-ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പരീക്ഷയുണ്ട്. അത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിന്റേതാണ്. അപ്പോൾ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ജനുവരി മാസം 13 മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ജനുവരി 27-ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡ്, ഇത് പാർട്ട് 1 ജനറൽ കാറ്റഗറിയും പാർട്ട് 2 ഫിഷർമെൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമെൻ കാറ്റഗറി, ഇതിന് അതുപോലെ പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി, ഇതിനെല്ലാത്തിനും കൂടി എന്തായിരിക്കും കോമൺ ടെസ്റ്റ് ആയിരിക്കും. അതുപോലെ ലാൻഡ് റവന്യൂവിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. ഇനി ജനുവരി 28 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോടെക്നോളജി, ഇതിന്റെ ഹോൾ ടിക്കറ്റ് ജനുവരി 13 മുതൽ ലഭ്യമാകുന്നതായിരിക്കും. ജനുവരി 31-ന് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ പരീക്ഷയുണ്ട്. ഹോൾ ടിക്കറ്റ് ജനുവരി 17 മുതൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ജനുവരി മാസത്തിൽ വരാനിരിക്കുവാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആണ്. ഒരുപാട് പേര് അപ്ലൈ ചെയ്തേക്കുന്ന പോസ്റ്റ്, +2 ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സയൻസ് വിഷയങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ SCRT സയൻസ് നന്നായിട്ട് പഠിച്ചോളാം. അപ്പോൾ SCRT സയൻസ് ന്യൂ പാറ്റേൺ രീതിയിലായിരിക്കും PSC ചോദിക്കാൻ പോകുന്നത്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മുടെ പുസ്തകം വാങ്ങുക, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ പുസ്തകം വാങ്ങാനുള്ള വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.